ഇപ്പം ആപ്പിൾ ഐഫോൺസിൽ മുമ്പ് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഫീച്ചറൊന്നും ഇല്ലായിരുന്നു. പക്ഷേ iOS 18.1 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതിന് ശേഷം കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ആപ്പിൾ ഐഫോൺസിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺസിൽ എങ്ങനെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് iOS 18.1 സോഫ്റ്റ്വെയർ എങ്കിലും നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. എന്തായാലും ഫസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് ജനറൽ സെലക്ട് ചെയ്യുക. അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്നുള്ളതൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് നൗ എന്നുള്ളത് കൊടുത്താൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ നോർമൽ പോലെ തന്നെ കോൾ ചെയ്യുക. കോൾ ചെയ്യാൻ ഈ ഒരു ഫോൺ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് നമ്പറിലോട്ടാണോ കോൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിലോട്ട് കോൾ പോകുന്നതായിരിക്കും. ഇനി അവർ ആ ഒരു കോൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ് കോൾ വിൽ ബി റെക്കോർഡഡ് എന്നുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു റെക്കോർഡ് കൊടുക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് വരുന്നതായിരിക്കും. ഈ ഒരു കോൾ റെക്കോർഡ് ചെയ്യും എന്നുള്ള അനൗൺസ്മെന്റ്. ഇപ്പം ഇവിടെ കോൾ റെക്കോർഡ് ആവുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡായിട്ടുള്ള കോൾ സേവ് ആവുന്നതായിരിക്കും. ഇനി ഇത് സേവ് ആയത് എവിടെയാണ് കിടക്കുക എന്ന് ചോദിച്ചാൽ ഇവിടെ നോട്ട്സ് ആപ്പ് ഉണ്ട്. അതിലായിരിക്കും ഈ ഒരു റെക്കോർഡായത് കിടക്കുക. ഇപ്പോൾ നോട്ട്സ് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആ റെക്കോർഡ് ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ പ്ലേ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു കോള് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇത് നോട്ട്സിലാണ് കിടക്കുന്നത്. ഇനി ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഓഡിയോ ടു ഫയൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫയൽസിലോട്ട് സേവ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ആവുന്നതായിരിക്കും. അല്ല നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ഓഡിയോ എന്നുള്ളതിലും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫയൽസ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫയൽസിൽ നമുക്ക് ആ ഒരു ഫയൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ കോൾ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.